ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ ചോദിച്ചാൽ നമ്മളെ വീട്ടിലുണ്ടായ മാണിത്തട്ട കൊണ്ട് ഒരു ഉപ്പേരിയാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണ് എന്നൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ടാവും, എന്നാലും നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തുകൊണ്ട് അഭിപ്രായം ഒന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മാണിത്തട്ട പൊളിച്ച് വെച്ചത് അരിയാണ് കേട്ടോ. അരിഞ്ഞതിന് ശേഷം നമുക്കത് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ കഴിയുന്നിടത്തോളം നമ്മൾ ചെറുതായി അരിയാൻ വേണ്ടി ശ്രമിക്കട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് രുചി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചെറുതായി അരിയാൻ ശ്രമിക്കട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അരിയണത്, ചെറുതായിട്ട് അരിയാൻ കേട്ടോ. ഓക്കെ, അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, കഴുകി വൃത്തിയാക്കട്ടോ, ഒന്ന് കഴുകി എടുക്കട്ടോ. മാണിത്തട്ട അരിഞ്ഞ് വെച്ചത് വെള്ളത്തിലൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ. കറ നോക്കൂ ഗൈസ്, കറ. അപ്പം ഇനി ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തരാം കേട്ടോ, എങ്ങനെ ഉണ്ടാക്കാന്ന്. ആദ്യം ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുകും സവാള ചെറുതായി അരിഞ്ഞതും ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ അരിഞ്ഞ് വെച്ച് നമ്മുടെ മാണിത്തട്ടേനെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. പാകത്തിനൊന്ന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച നമ്മുടെ തേങ്ങയും നമ്മുടെ പച്ചമുളകും ചതവ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് അടച്ച് വെക്കുക. അപ്പോൾ വരുന്നൊരു സ്മെല്ലുണ്ടല്ലോ മക്കൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കട്ടോ, ഒന്നും കൂടെ കുറച്ച് രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക്, അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചതച്ച് വെച്ച് നമ്മുടെ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്യാൻ പോകണ്ട ഗൈസ്. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം നമുക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടെ മൂടി വെക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ മാണിത്തട്ട ഉപ്പേരി വെക്കാൻ. കുറഞ്ഞ പണിയുള്ളൂ. അപ്പോൾ നമ്മൾ മാണിത്തട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് നോക്കാം നമുക്ക്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഗൈസ്.